ഹലോ മക്കൾ, വെൽക്കം ബാക്ക് ടു സൈലന്റ് മീനിങ്. ഇറ്റ്സ് മീ JK. മക്കൾ, നമ്മുടെ ഓണപരീക്ഷയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ ഇനി സമയങ്ങളിൽ നിന്ന് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചോദ്യത്തിലേക്ക് കിടക്കുന്നു. മക്കളെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൗണ്ട് വേവ്, ശബ്ദ തരംഗങ്ങൾ എന്ന ചാപ്റ്റർ ആണ്. ആ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ചോദ്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും 100% ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് വേവുമായി ബന്ധപ്പെട്ട ചോദ്യം. ഈ വേവുമായി ബന്ധപ്പെട്ട ചോദ്യം എന്ന് പറയുമ്പോൾ സിമ്പിൾ മുതൽ ഡിഫിക്കൽട്ട് വരെ രൂപത്തിലുള്ള പല ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഏത് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഇനി പുഷ്പം പോലെ എന്ത് ചെയ്യും, ആൻസർ ചെയ്യും. അതിന് വേണ്ട രീതിയിലാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ കുറച്ച് ലെങ്ത് കൂടിയ വീഡിയോ ആണെങ്കിൽ ഒരു കാരണവശാൽ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണുക. പരീക്ഷ നമുക്ക് തൂക്കണം. പിന്നെ എന്ത് ചെയ്യുക, ലൈവിലേക്ക് വന്നാൽ ഇതിനേക്കാൾ കൂടുതൽ വേറെയും ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാം അടിപൊളിയാട്ടെ. അപ്പോൾ ഇനി സമയം കളയുന്നില്ല, ആദ്യത്തെ ചോദ്യത്തിലേക്ക് നടക്കുന്നത്. ഫസ്റ്റ് ചോദ്യം സിമ്പിൾ ചോദ്യം. സാറേ ഇതൊക്കെയാണോ ചോദ്യം നിങ്ങൾ വിചാരിക്കും, പക്ഷെ സിമ്പിൾ ചോദ്യമാണിത്. അതിനേക്കാൾ വലിയ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നുള്ളൂ. അപ്പോൾ സിമ്പിൾ ടു ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ ഈസി ടു ഡിഫിക്കൽറ്റി. നമുക്ക് ആദ്യത്തെ ചോദ്യം, ഒരു വേവ് നമുക്ക് തന്നു. ഈ വേവിനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദ്യം, ഇതിലേറെ സിമ്പിൾ ആയിട്ട് ചോദ്യം വേറെ ഇല്ല. എന്താണ് ചോദ്യം? ചിത്രത്തിൽ എത്ര ശൃംഗങ്ങളുണ്ട്, എത്ര ക്രസ്റ്റ് ഉണ്ട്? 1, 2, 3. ഇതിനെ നമ്മൾ ക്രസ്റ്റ് എന്ന് പറയാം. ചിലപ്പോൾ ഇതുപോലും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ തെറ്റിക്കാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അങ്ങനെയെങ്കിൽ അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 3 ആൻസർ കിട്ടി. രണ്ടാമത്തെ ചോദ്യം എന്താണ്? എത്ര ഗർത്തങ്ങളുണ്ട്? ഹൗ മെനി ട്രഫ്, അല്ലെ? എത്ര ട്രഫ് വരുന്നുണ്ട്? 1, 2, 3. അപ്പൊ അതും 3 തന്നെയാണ്. അപ്പൊ ഞാൻ 3 എന്ന് കൊടുത്തു. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റൻ എന്താണ്? എന്താ ക്വസ്റ്റൻ? വാട്ട് ഈസ് ദ വേവ് ലെങ്ത്? തരംഗദൈർഘ്യം എത്ര? അത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു തരംഗത്തിന് വേണ്ട നീളം, അതിനെ തരംഗദൈർഘ്യം. അപ്പോൾ അവിടെ 8 എന്ന് കൊടുത്തിട്ടുണ്ട്. നേരെ എൻഡിലേക്ക് നോക്കുക, അവിടെ മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഇത് 8 മീറ്റർ. ചിലപ്പോൾ ഇവിടെ എന്താവും, സെക്കൻഡാവും തന്നിട്ടുണ്ടാവും, ടൈമാവും തന്നിട്ടുണ്ട്. അപ്പോൾ 8 സെക്കൻഡ് ഒന്നും എഴുതി വെക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചെറിയൊരു കാര്യം മതി, ചെറിയൊരു അശ്രദ്ധ മതി തെറ്റിക്കാൻ. അപ്പോൾ ആദ്യത്തെ ചോദ്യം സെറ്റാണല്ലോ, റെഡ് ഹാർട്ട് ടോളും. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം സെറ്റാണ്. ഒന്നുകൂടിയും എന്താണ് റിസ്കി ആയിട്ടുള്ള, അടുത്ത ഒന്നിനെ കുറച്ചുകൂടി എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യത്തിലേക്ക്. തരംഗദൈർഘ്യം എത്രയാണ്? അതാണ് നമ്മൾ കഴിഞ്ഞ പഠിച്ചില്ലേ. വാട്ട് ഈസ് ദ വേവ് ലെങ്ത്? ഒറ്റയടിക്ക് നോക്കുക, ചിത്രത്തിലേക്ക് നോക്കുക. അവസാനം ഡിസ്റ്റൻസ് മീറ്റർ ആണോ, ഇവിടെ ദൂരം ഡിസ്റ്റൻസ് മീറ്റർ ആണോ നോക്കണം, എന്നിട്ട് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ തരംഗദൈർഘ്യം എത്രയാണ്? ഒരു തരംഗത്തിന് വേണ്ടതായിരിക്കും എത്ര? 2. ഇവിടെ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആൻസർ എത്ര എഴുതണം? 2 മീറ്റർ. സെറ്റ് മാറുതോ? ക്ലിയർ അല്ലേ? അങ്ങനെ ഇനി അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം നോക്കിക്കോളും. ഓയിൽ നിന്ന് തുടങ്ങി എയിലെത്താൻ 1 സെക്കൻഡ് എടുക്കുന്നെങ്കിൽ ഫ്രീക്വൻസി, ടൈം വന്നാൽ അവിടെ ഫ്രീക്വൻസി കാണാനായിരിക്കും. എന്താ ചോദ്യം? ഇഫ് ദ വേവ് ടേക്ക് 1 സെക്കൻഡ്, എന്നിട്ട് എന്ത് ചെയ്തു? ടു റീച്ച് എ ഫ്രം ഒ, ഈ എയിൽ എത്തിച്ചേരുന്നു. ഇവിടുന്ന് ഓയിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ 1 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ ഫ്രീക്വൻസി ഒറ്റയടിക്ക് ആൻസർ F=n/t. n എന്ന് പറഞ്ഞാൽ 1, 2, 3. നോക്കിക്കോളൂ, 1, 2, 3. അപ്പോ 3 ടൈം 1, അപ്പൊ എത്ര? 3 ഹെർട്സ്. ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ എന്താണ് ഇക്വേഷൻ വെച്ച് പറഞ്ഞു തരാണ്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇത് 1 സെക്കൻഡ് 1, 2, 3 3 ഹെർട്സ് അങ്ങനെ ആൻസർ ചെയ്തിക്കോളൂ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, 1 സെക്കൻഡിൽ തരംഗം സഞ്ചരിച്ച ദൂരമല്ലേ തരംഗവേഗം? 1 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു? അതാണ് തരംഗവേഗം, സ്പീഡ് ഓഫ് വേവ് എന്ന് പറയുന്നത്. കണ്ടല്ലേ? എന്താണ് സ്പീഡ് ഓഫ് വേവ്? ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇൻ 1 സെക്കൻഡ്. കറക്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് വേവ്? തന്നിരിക്കുന്ന ഈ വേവിന്റെ ഇൻ ദ പിക്ചറിലെ വേവിന്റെ തരംഗവേഗം, സ്പീഡാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സ്പീഡ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? v=f ലാംഡ. F 3 കിട്ടി, ലാംഡ എത്ര? 2. അങ്ങനെയെങ്കിൽ 2, 3, 6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ സെറ്റാണല്ലോ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം റെഡിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും റെഡ് ഹാർട്ട്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ, ഒന്നുകൂടി ഡിഫിക്കൽട്ടുകൾ ആയിട്ടുള്ള മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇവിടെ 2, ഇതുവരെ ഓരോ വേവ് തന്നിട്ടുള്ളൂ. ഇനിയോ 2 വേവുകൾ തന്നു. എന്താണ്? ചിത്രത്തിൽ AB എന്നീ വേവുകൾ നൽകിയിരിക്കുന്നു. സംബന്ധിച്ച് എന്താണ്? ആവൃത്തി, ആയതി, പീരീഡ്. ഇതിൽ വ്യത്യാസമായത് കണ്ടെത്താനാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഫോളോയിങ് ഡിഫറെന്റ് അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫറെന്റ് റിഗാർഡിംഗ് വേവ് ഗിവൺ ഇൻ ദ ഫിഗർ എന്നാണ്. അപ്പൊ ഡിഫറെന്റ് ആയത് കണ്ടെത്തുക. അപ്പൊ നോക്കിക്കോളൂ, ഡിഫറെന്റ് ആയതാണ് എന്തൊക്കെയാണ്? ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത്. അപ്പൊ ആദ്യം ഞാൻ ഫ്രീക്വൻസി എഴുതി. 2 വേവും നോക്കിക്കോളി, 2 വേവും 12 സെക്കൻഡ് സമയം സഞ്ചരിച്ചു. 2 വേവിലും 1, 2, 3 3 വേവ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി എപ്പോഴെന്തായിരിക്കും? ആവൃത്തി എപ്പോഴെന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി അടുത്ത് നോക്കിക്കോട്ടെ. അടുത്ത് എന്താ കാണാൻ പറഞ്ഞ? ആയതി. അപ്പോ ആംപ്ലിറ്റ്യൂഡ്, ആയതി എന്ന് പറഞ്ഞാല് ഇതിന്റെ ഹൈറ്റിനെയാണ് നമ്മൾ ആയതി എന്ന് പറയാം. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഹൈറ്റിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ്, ആയതി എന്ന് പറയാം. ഇവിടെ എത്രയാണ്? 0.03. ഇവിടെ എത്ര? 0.05. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ എന്താണ്?
ഡിഫറൻറ്റ്. നമ്മളോട് ഡിഫറൻറ്റ് കണ്ടെത്താനാണ് പറഞ്ഞത്. ആൻസർ ആയി. പോട്ടെ വരട്ടെ. അപ്പോൾ നോക്കി, ഈ ഹൈറ്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ അതുകൂടി പഠിച്ചു വെച്ചോളൂ. മൂന്നാമത്തെ എന്താണ്? പീരിയഡ്. അപ്പോൾ ഞാൻ ക്യാപിറ്റൽ ടി എന്ന് കൊടുത്തു. ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു വേവിന് വേണ്ട ടൈമാണ്. ഇതാ ഇവിടെ 4 സെക്കൻഡ്, ഇവിടെയും 4 സെക്കൻഡ്. അപ്പോൾ ടൈം പീരിയഡ് 4 സെക്കൻഡ്. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? എന്ത് ചെയ്താൽ മതി? അതും സെയിം ആണ്. അപ്പൊ ഏതാണ് ഡിഫറെന്റ്? ആംപ്ലിറ്റ്യൂഡാണ് ഡിഫറെന്റ്. അപ്പൊ രണ്ട് വേവുകൾ വന്നിട്ട് ഇതേപോലെ മാതിരി ചോദ്യം വന്നാൽ നിങ്ങൾ ശരിയാക്കൂലേ? ശരിയാക്കണം. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മൾ പബ്ലിക് ലെവലിൽ സെറ്റ് ആക്കി തരും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഞാൻ സെറ്റാണ്. വീണ്ടും അടുത്തൊരു വേവ് തന്നു. അപ്പൊ ഞാനിവിടെ എന്താ ചെയ്യണ അറിയോ? ഇനി വേവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഇനി തെറ്റിക്കാൻ പാടില്ല. തെറ്റിച്ചാൽ ഞാൻ വടിയായിട്ട് ഞാൻ വരും. അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? അടുത്തൊരു വേവ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ തരംഗത്തിന്റെ ആയുധി എത്ര? O മുതൽ A വരെ സഞ്ചരിക്കാൻ 3 സെക്കൻഡ് എടുത്തു. അങ്ങനെ ഫ്രീക്വൻസി കണക്കാക്കുക. തരംഗത്തിന്റെ പീരീഡ് എത്രയാണ്? നേരത്തെ അതേ ചോദ്യം, പക്ഷെ വേറെ രീതിയിൽ വന്നു എന്നുള്ളൂ. അപ്പൊ നോക്കുക, വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈറ്റ് കണ്ടല്ലേ, മീറ്ററിലാണ് തന്നിട്ടുള്ളത്. ഹൈറ്റ് ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? മീറ്ററിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഹൈറ്റ്. അപ്പൊ എത്ര കിട്ടി? ആൻസർ നിങ്ങൾ എഴുതി 0.2 മീറ്റർ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 0.2 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 0.2 മീറ്റർ. അടുത്ത ചോദ്യം എന്താണ്? തരംഗത്തിന്റെ ആയുധി ആംപ്ലിറ്റ്യൂഡ് അല്ലേ? അതെന്നല്ലേ ഞാൻ എഴുതി ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഇനി അടുത്തെന്താണ്? O മുതൽ A വരെ ഇന്ത പക്കത്തിൽ നിന്ന് ഇന്ത പക്കം വരെ സഞ്ചരിക്കാൻ 3 സെക്കൻഡ് എടുക്കുന്നു. 3 സെക്കൻഡ്. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ, ഇന്ത പക്കം മുതൽ ഇന്ത പക്കം വരെ സഞ്ചരിക്കാൻ 3 സെക്കൻഡ്. എത്ര സെക്കൻഡ്? 3 സെക്കൻഡ്. അങ്ങനെ എനിക്ക് ഫ്രീക്വൻസിയാണ് കാണേണ്ടത്. എന്താ കാണേണ്ടത്? ഫ്രീക്വൻസി കാണണം. ഫ്രീക്വൻസി കാണാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. ഞാൻ മറന്നൊന്ന് പറഞ്ഞുതരൂ. F = N/T. N എന്ന് പറഞ്ഞാൽ 1, 2, 3 ബൈ ടൈം എത്ര? 3 സെക്കൻഡ്. ഓഫ്, എന്തൊരു സിമ്പിള്. 1 ഹെർട്സ്. എത്ര കിട്ടിയ? 1 ഹെർട്സ്. അപ്പൊ സിമ്പിൾ തന്നെയാണ് അല്ലേ? ഓക്കെ, അറിയാത്തവർക്ക് ഇത് ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ എന്തെങ്കിലും സെറ്റ് ആക്കുക, അത്രേ ഉള്ളൂ. ഇനി ഫൈൻഡ് ഔട്ട് ദ പീരിയഡ് ഓഫ് വേവ്. പീരിയഡ് കാണാൻ പറഞ്ഞാൽ ക്യാപിറ്റൽ T = t/n. t എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ് ബൈ n എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ്. അപ്പോൾ 1 സെക്കൻഡ്. ഓ, സിമ്പിൾ ആണല്ലോ സാർ ഈ ചോദ്യം. സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്തു? ഇപ്പം ഇങ്ങനെ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താണ്? ഓർമ്മയിൽ വന്നതാണ്. അങ്ങനെയൊക്കെ ഞാൻ നല്ലൊരു കട്ടുകെട്ടി ചോദ്യം തരട്ടെ. ഇതും ചെയ്ത് നിങ്ങൾ. ഇത് നമ്മളെ ലെറ്റേഴ്സിനകത്ത് വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. അപ്പോൾ 2 വേവ് തന്നു. ഈ 2 വേവിനെ ബേസ് ചെയ്തിട്ട് എന്താണ്? 3.2 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന 2 തരംഗങ്ങളുടെ ഗ്രാഫിക് ചിത്രീകരണം നൽകിയിരിക്കുന്നു. ഓരോ തരംഗത്തിന്റെയും ആവൃത്തി പീരീഡ് തരംഗതായിരിക്കും. നേരത്തെ പറഞ്ഞ സംഭവം തന്നെ കണ്ടെത്തണം, അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇത്? ഗ്രാഫിക് എന്താണ്? 2 വേവ് ട്രാവലിംഗ് സ്പീഡ് 3.2 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ഫ്രീക്വൻസി പീരീഡ് ആൻഡ് വേവ് ലെങ്ത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ? T കാണണം, F കാണണം, പിന്നെ വേവ് ലെങ്ത്. ഇതൊക്കെയാണ് കാണുന്നത്. അപ്പം ഞാനത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കാണുന്നു? ക്യാപിറ്റൽ T കാണുന്നു. ഈ റെഡ് കാണുന്നുണ്ടോ? മാറ്റി പിടിക്കണോ? ക്യാപിറ്റൽ T കൊടുത്തു. ക്യാപിറ്റൽ T എന്ന് പറഞ്ഞാൽ സ്മോളറ്റ് T/n. ഇക്വേഷൻ ക്യാപിറ്റൽ T = സ്മോളറ്റ് T/n. പിന്നെ ടോട്ടൽ ഇക്വേഷന് അടങ്ങുന്നൊരു കോണ്ടന്റ് വീഡിയോ ഞാൻ സെറ്റാക്കി ഉണ്ടാക്കുമെന്ന് കണ്ടുകൊണ്ടിട്ടോ. ഇത് ലെൻസ് ഇക്വേഷനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഞാൻ സിമ്പിൾ ട്രിക്കൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ കണ്ടോളൂ, നല്ലതാണ്. അപ്പോൾ നോക്കി, ക്യാപിറ്റൽ T = സ്മോളറ്റ് T/n. ഇവിടെയും ക്യാപിറ്റൽ T = സ്മോളറ്റ് T/n. ഫസ്റ്റ് നമ്മൾ എന്താണ്? പീരീഡ് കണ്ടെത്തുകയാണ്. ഞാൻ അവിടെ ഒരു സ്റ്റാർ മാർക്ക് കൊടുത്തു, ഇവിടെ ഒരു സ്റ്റാർ മാർക്ക് കൊടുത്തു. അങ്ങനെയെങ്കിൽ കളർ ഞാൻ മാറ്റി പിടിക്കുന്നു. എന്താണ് ചോദ്യം? T കാണണം. T കാണാന് സ്മോളറ്റ് T എന്ന് പറഞ്ഞാൽ 2 വേവിലും ടൈം നോക്കിക്കേ നിങ്ങൾ. 24 സെക്കൻഡ്. 24. ഇവിടെ എത്ര? 6 സെക്കൻഡ്. അത് ശ്രദ്ധിക്കണം ടൈം. അപ്പൊ ഇവിടെ നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു ടൈം അവിടെ ചിലപ്പോൾ ഇവിടെ മീറ്റർ ആവും തരിക. അപ്പോൾ അവിടെ ടൈം വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്ന് കണ്ടെത്തി എത്രയാണ്? 24 സെക്കൻഡ്. ഇവിടെ 6 സെക്കൻഡ്. അപ്പൊ ഞാനിവിടെ 24 ബൈ n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് വേവ്, തരംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 1, 2, 3. അപ്പൊ ഞാൻ ഇവിടെ 3 എന്ന് കൊടുത്തു. 24 3 കൊണ്ട് ഇരിച്ചാൽ നമുക്ക് എത്ര കിട്ടി? 8 സെക്കൻഡ്. സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് വരും? ടൈം എന്ന് പറഞ്ഞാൽ 6 സെക്കൻഡ് ആണ് ബൈ നമ്പർ ഓഫ് വേവ് എത്ര? 1, 2, 3, 4, 5, 6. അയ്യോ, 6/6. അപ്പൊ എത്ര കിട്ടി? 1 സെക്കൻഡ്. ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ സെറ്റ് മാറുതോ? എല്ലാം റെഡിയായി. അങ്ങനെയെങ്കിൽ അടുത്ത നമുക്ക് ഫ്രീക്വൻസി കാണണം. അടുത്ത നമുക്ക് എന്ത് കാണണം? ഫ്രീക്വൻസി. അപ്പൊ ഞാൻ കളർ മാറ്റി പിടിക്കട്ടെ. ഫ്രീക്വൻസി F = എന്ത് ചെയ്യാം? N/T. F = N/T വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? F = 1/T വെച്ചും ചെയ്യാം. നിങ്ങൾക്ക് ഏതാ എളുപ്പം വെച്ചാൽ അങ്ങനെ ചെയ്യാം. F = N/T. സംശയത്തിൽ
അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ n/t നിങ്ങൾക്ക് സുഖം തോന്നുന്നു വിചാരിക്കുന്നു. എങ്കിൽ 1, 2, 3 അപ്പോൾ ഞാൻ 3 എന്ന് കൊടുത്തു. ബൈ ടൈം എത്ര 24. 3/24 ഹരിച്ചു കഴിഞ്ഞാൽ എത്ര 3 3 പ്രാവശ്യം 24 8 പ്രാവശ്യം. അപ്പോൾ 1/8 എന്ന് കിട്ടി. അത് അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. 1/8 അങ്ങനെ തന്നെ മതി. വെറുതെ പോയിന്റ് ആക്കി എഴുതേണ്ട, നമുക്ക് ലാസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെയും നമുക്ക് എന്താണ് ഫ്രീക്വൻസി കാണണം. അപ്പം എന്ത് ചെയ്യുക, നമുക്ക് n/t എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് 6 ബൈ ടി എത്രയാണ് 6. അപ്പോൾ 1 ഹെർട്സ്. സിമ്പിൾ അല്ലേ? ഇനി വേണമെങ്കിൽ ചിലപ്പോൾ ആളുകൾ സാറേ F=1/T അല്ലേ? ശരിയാണ് അല്ലേ? എന്താണ് F=1/T ഇങ്ങനെ ഒരു ഇക്വേഷൻ. അപ്പോൾ 1/T 8 ഡയറക്റ്റ് ഈ ആൻസർ കിട്ടി. അപ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ഞാൻ അതും സെറ്റാക്കി. ഇനി അടുത്ത് എന്ത് ചെയ്യാണ്, അടുത്ത് നമുക്ക് എന്ത് കാണണം, എന്തൊക്കെ കാണാൻ പറഞ്ഞേ? ഫ്രീക്വൻസിയും കണ്ടു, പീരിയഡും കണ്ടു. ഇനി വേവ് ലെങ്ത് ഓഫ് ഈച്ച് വേവ്, ഈ രണ്ട് വേവിന്റെ വേവ് ലെങ്ത് കാണണം. വേവ് ലെങ്ത് കാണാൻ ഇക്വേഷൻ എന്താണ്? V = F ലാംഡ. V = F ലാംഡ. അപ്പോൾ ഇവിടെ V നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ഇതിനാണ് നമുക്ക് 3.2 മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ തന്നിട്ടില്ലേ. അങ്ങനെയെങ്കിൽ ലാംഡ = V/F. V 3.2/F എന്ന് പറഞ്ഞാൽ എത്രയാണ്? F 1/8. കണ്ടില്ലേ? ഇതിനാണ് ഞാൻ എന്ത് ചെയ്ത് അങ്ങനെ തന്നെ എഴുതിക്കോളി എന്ന് പറഞ്ഞാൽ. അതിന്റെ അർത്ഥം എന്താ അറിയോ? 3.2 ഇൻറ്റു തിരിച്ചിട്ട് ഗുണിക്കുക. നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടില്ല 8/1. അപ്പോൾ 3.2 × 8 പറഞ്ഞാൽ ഗുണിച്ച് നോക്കുക. ഗുണിച്ചിട്ട് ആൻസർ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ഗുണിച്ച് നോക്കിട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ആൻസർ പറഞ്ഞുതരാം. 25.6 അത്രയും മീറ്റർ. ഇതൊന്നും ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ ചെയ്തു വെച്ചാണ് 25.6 മീറ്റർ എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഇവിടെ അതേപോലെ തന്നെ എന്ത് ചെയ്യാം? ഇതേപോലെ തന്നെ ചെയ്യാം. ലാംഡ കാണണം. അപ്പോൾ ലാംഡ ഈസികൾ ഞാൻ നേരിട്ട് ഇക്വേഷൻ ചെയ്താണ് കേട്ടോ. എന്താണ്? V/F. V എന്ന് പറഞ്ഞാൽ 0.32 F എത്ര? ഇവിടെ 1 ആണ്. അപ്പോൾ ആൻസർ 3.2 മീറ്റർ. അപ്പോൾ നോക്കുക, ഈ ഒരു ചോദ്യം കിടിലൻ ചോദ്യമല്ലേ? അപ്പൊ ഇതും നിർബന്ധമായിട്ട് പഠിക്കണം. അപ്പൊ ഈ രൂപത്തിൽ ചോദ്യം വന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇത് അവിടെ ടൈമൊക്കെ തന്നിട്ടുണ്ട്, വേവും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാം. അപ്പൊ ഇത് ഒരു പ്രാവശ്യം ചെയ്ത് പഠിക്കാൻ കേട്ടോ, അല്ലാതെ നിങ്ങൾക്ക് കിട്ടൂലേ. കണ്ടിങ്ങനെ ഇരുന്നാലൊന്നും പഠിക്കൂല. ഇനി അടുത്ത അതിനേക്കാൾ കിടിലൂസ്കായിട്ടുള്ള ചോദ്യം, വേവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നാൽ നിങ്ങൾ തെറ്റിക്കൂല. അപ്പൊ നോക്കിക്കോളൂ, അടുത്തൊരു ചിത്രം ഞാൻ തന്നിട്ടുണ്ട്. 2 വേവ് തന്നിട്ടുണ്ട്. ചോദ്യം എന്താണ്? തന്നിട്ടുള്ള ഗ്രാഫിൽ O മുതൽ A വരെ, ഒക്കെ O മുതൽ A വരെയാണ് അല്ലേ, 60 മീറ്റർ ദൂരം സഞ്ചരിച്ചു. അപ്പൊ ഇതും 60 മീറ്റർ ദൂരം സഞ്ചരിച്ചു, ഇതും 60 മീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സമയം 0.2 സെക്കൻഡ് എങ്കിൽ ഓരോ തരംഗത്തിന്റെ ആവൃത്തി കണ്ടെത്തുക. രണ്ടിന്റെയും ഫ്രീക്വൻസി കാണണം. ഇതാണ് ഇൻ ദ ഗ്രാഫ് ദ ഡിസ്റ്റൻസ് ഫ്രം O to A 60 മീറ്റർ, 60 മീറ്റർ ആണ് എന്ത്, ആൻഡ് ടൈം ടേക്കൺ ട്രാവൽ ഈസ് 0.2 സെക്കൻഡ്. ഫൈൻഡ് ഔട്ട് ദ ഫ്രീക്വൻസി ഓഫ് ഈച്ച് വേവ്. ഈ രണ്ട് വേവ് എന്താണ്? 60 മീറ്റർ ദൂരമാണ് സഞ്ചരിച്ചത്. അങ്ങനെയെങ്കിൽ രണ്ടിന്റെയും ഫ്രീക്വൻസി ആണ്. അപ്പോൾ F = ഇക്വേഷൻ ആണ് n/t. അപ്പൊ ഈ വേവിന്റെയും n/t. n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര? 1 2 3 3 വേവ് ബൈ ടൈം എത്ര? 0.2 സെക്കൻഡ്. 2 വേവും 0.2 സെക്കൻഡ് ആണ്. രണ്ടാമത്തെ 1 2. ഇതാ രണ്ടാമത്തേൽ നോക്കണ്ട, 2 വേവ് ഉള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നമ്പർ ഓഫ് വേവ്സ് 2 ബൈ 0.2. അങ്ങനെ ആൻസർ ചെയ്തൂടെ. ഇവിടെ താഴെ 0.2, അപ്പൊ ഇൻറ്റു 10, മുകളിലും 10. അപ്പൊ 30/2 പറഞ്ഞാൽ 15 ഹെഡ്സ് എന്ന് കിട്ടി. കാണുന്നുണ്ടല്ലോ അല്ലെ? 15 ഹെഡ്സ്. ഞാൻ ഇവിടെ നിന്ന് മാറ്റി എഴുതാം. 15 ഹെഡ്സ് ഒന്നായി. രണ്ടാമത്തെ എന്താണ്? ഇവിടെ നമ്മൾ താഴെ 10 കൊണ്ട് ഗുണിക്കുന്നു, മുകളിലും 10 കൊണ്ട്. അപ്പൊ 20/2 പറഞ്ഞാൽ എത്ര കിട്ടി? 20/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 10 ഹെഡ്സ് എന്ന് കിട്ടി. അപ്പൊ രണ്ടാമത്തേന് 10 ഹെഡ്സ്. അപ്പൊ ആൻസർ 2 കിട്ടി. അപ്പൊ ഫ്രീക്വൻസി കണ്ടു. ഇനി അടുത്ത എന്താ നമ്മളോട് കാണാൻ പറഞ്ഞത്? അടുത്തെന്താ? കമ്പയർ ദ വെലോസിറ്റി ഓഫ് 2 വേവ്. 2 തരങ്ങളുടെയും പ്രവേഗം താരതമ്യം ചെയ്യുക. പ്രവേഗം, വെലോസിറ്റിയാണ് കണ്ടത്. വെലോസിറ്റി കാണാൻ ശ്രദ്ധിക്കുക. രണ്ടിന്റെ വേറെ കാണണ്ട. കാരണം എന്താണ്? രണ്ടും ഒരേ ദൂരമാണ് സഞ്ചരിച്ചത്. എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 60 മീറ്റർ ദൂരം സഞ്ചരിച്ചു. രണ്ടിനെടുത്ത ടൈം എത്രയാണ്? ഒരേ ടൈമാണ്. ടൈം എത്രയാ തന്നിട്ടുള്ളത്? 0.2 സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ രണ്ടിന്റെ സ്പീഡ് സെയിം അല്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ചില ആളുകൾക്ക്, സാറേ ഇത് വലിയ വേവ് അല്ലേ, ഇത് ചെറിയ വേവ് അല്ലേ, അല്ലെങ്കിൽ ഇതിന് ഫ്രീക്വൻസി കൂടുതലല്ലേ, ഇതിന് ഫ്രീക്വൻസി കുറവല്ലേ? അതൊന്നും നിങ്ങൾ ഇവിടെ നോക്കണ്ട. എന്താണ്? രണ്ടും ഒരേ ദൂരമാണ് സഞ്ചരിച്ചത്. എത്ര മീറ്റർ? 60 മീറ്റർ. രണ്ടിനും ഒരേ ടൈമാണ്. അപ്പൊ രണ്ടിന്റെ സ്പീഡ് എന്താണ്? സെയിം ആണെന്ന് ഓർത്തിക്കുക. പ്രവേഗം എന്താണ്? സെയിം ആണ്. അങ്ങനെയെങ്കിൽ V = ഡിസ്റ്റൻസ് ബൈ ടൈം 60/0.2.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു 10 കൊണ്ട് ഇവിടെ ഒരു 10 കൊണ്ട് ഗുണിക്കുക, ഇവിടെ ഒരു 10 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ആൻസർ എത്ര കിട്ടി? 600 എന്ത് വരും 2 ഇസ് ഈക്വൽ ടു 300 മീറ്റർ പെർ സെക്കൻഡ്. കറക്റ്റ് ആണല്ലോ? അപ്പൊ എത്ര കിട്ടി? 300 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇതേപോലത്തെ ഒരു ചോദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം, അറിഞ്ഞിരിക്കണം, ഓർത്തു വയ്ക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അങ്ങനെയെങ്കിൽ അടുത്തൊരു കിഡിലോസ്കി ചോദ്യത്തിലേക്ക് കിടക്കുക. വീണ്ടും നമുക്ക് അടുത്തൊരു ചോദ്യം. ഇതൊക്കെ ഈ രീതിയിലൊക്കെ പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ തെറ്റിക്കും എൻ്റെ മക്കള്. ഇല്ല, ഇനി ഇതിനേക്കാൾ കൂടുതൽ ഞാൻ എന്ത് ചെയ്യും, ലൈവിൽ പഠിപ്പിച്ചു തരും. അപ്പൊ എല്ലാവരും വന്നോട്ട് നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ വരാൻ പറയാം കേട്ടോ. നമുക്ക് എന്ത് ചെയ്യണം, കുറേ ചോദ്യങ്ങൾ ചെയ്യണം. ഞാനൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാ നോക്കിയാൽ താഴെ കൊടുത്തിരിക്കുന്ന ശബ്ദതരംഗങ്ങൾ ചിത്രീകരിക്കാനാണ്. PQR 3 വേവ് വന്നിട്ടുണ്ട്. ഏത് തരംഗത്തിനാണ് ആവൃത്തി ഏറ്റവും കൂടുതൽ, എന്തുകൊണ്ട്? അപ്പൊ നോക്കുക, ഈ ചിത്രത്തിലേക്ക് നോക്കുക. PQR വിച്ച് വേവ് ഹാസ് ഹയസ്റ്റ് ഫ്രീക്വൻസി. ഹയസ്റ്റ് ഫ്രീക്വൻസി ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും, അല്ലെങ്കിൽ തെറ്റിയാട്ടിട്ടും. ഏറ്റവും കൂടുതൽ വേവ് ഒക്കെ ഒരേ ഡിസ്റ്റൻസ് ആണ് സഞ്ചരിക്കുന്നത്. കണ്ടില്ലേ, 6 സെക്കൻഡ് നേരമാണ് ഒക്കെ സഞ്ചരിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കിയാൽ കുറേ വേവ് ഇല്ലേ. അപ്പൊ നമ്പർ ഓഫ് വേവ് പെർ സെക്കൻഡ് അല്ലേ, അല്ലെങ്കിൽ ഇവിടെ എന്താണ് നമ്പർ ഓഫ് സൈക്കിൾ എന്താണ്, മോർ, കൂടുതലാണ് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഏതിനാണ് കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്? Q. ഏതിനാണ് കൂടുതൽ ആവൃത്തി ഉള്ളത്? Q. എന്താ കാരണം? തരംഗങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്പർ ഓഫ് സൈക്കിൾ മോർ ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വേവ് ഹാസ് ഹയസ്റ്റ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് ഏറ്റവും കൂടുതൽ ഏതിനാണ്? ചിത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഏത് തരംഗത്തിനാണ് ആയത് ഏറ്റവും കൂടുതൽ? ഇതാ ഈ തരംഗത്തിനല്ലേ. അപ്പൊ 6. ഏതായിരിക്കണം? 6. എന്താ കാരണം? ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അതായത് സ്ഥാനാന്തരം. ഇതിന്റെ സ്ഥാനാന്തരം എന്താണ്? വളരെ കൂടുതലാണ്. സ്ഥാനാന്തരം ഞാൻ എഴുതുന്നില്ല, പറയണം. അപ്പൊ ടൈം കൊണ്ടാന്ന് എഴുതിട്ട. അപ്പൊ സ്ഥാനാന്തരം ഓർത്ത് വയ്ക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതേപോലത്തെ ഒരു ചോദ്യം കഴിഞ്ഞ വർഷത്തെ ഓണപരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണിത്. അപ്പൊ വേവുമായി ബന്ധപ്പെട്ട അടുത്തൊരു ചോദ്യമാണ്. നോക്കിക്കോളൂ. ആവൃത്തി കൂടിയ തരംഗം, ഇവിടെയും PQR തന്നെ തന്നു, ഇതേപോലെ തന്നെ തന്നു. അപ്പോ വിച്ച് വേവ് ഹാസ് ഹയർ ഫ്രീക്വൻസി, ഒറ്റടിക്ക് നിങ്ങൾക്ക് പറയാം ഏതാണ്? 6 ആണ് നമ്മുടെ ആൻസർ. ഹയർ ഫ്രീക്വൻസി ഇതാണ് അല്ലെ, ഹയർ ഫ്രീക്വൻസി 6 അല്ലെ, ഹയർ ഫ്രീക്വൻസി 6. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി തരംഗദൈർഘ്യം കൂടിയതാ? ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയ തരംഗം ഏതാണ്? P ആണ് അല്ലെ. അപ്പൊ ഏതായിരിക്കും? വേവ് ലെങ്ത് കൂടിയത് P. അതും ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഒരു പ്രോബ്ലം ചെയ്യണം. എന്താണ്? ചിത്രത്തിൽ സൂചിപ്പിക്കുന്ന തരംഗങ്ങൾ 2 മീറ്റർ ദൂരം സഞ്ചരിച്ചു. എത്ര മീറ്റർ ദൂരം സഞ്ചരിച്ചു? 2 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ ടൈം 0.1 സെക്കൻഡ് എടുത്തു. അങ്ങനെയെങ്കിൽ Q എന്ന തരംഗത്തിന്റെ തരംഗദൈർഘ്യം 0.2 മീറ്റർ ആണെങ്കിൽ ഫ്രീക്വൻസി കാണുക. ചോദ്യം ശരിക്കും മനസ്സിലാക്കുക. എന്താണ്? ദ വേവ് ഇൻഡിക്കേറ്റ് ദ ഫിഗർ ടേക്ക് 0.1 സെക്കൻഡ്, ട്രാവൽ 2 മീറ്റർ ആണ്, ഡിസ്റ്റൻസ് 2 മീറ്റർ, ട്രാവൽ അറ്റ് എ ഡിസ്റ്റൻസ് 2 മീറ്റർ, ഈ വേവ് ലെങ്ത് 0.2 മീറ്റർ, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി? ഞാൻ ഒരു പേജ് എടുക്കട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ശരിയാക്കി തരാം, ആരും പേടിക്കണ്ട. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ. ഈ ചോദ്യത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിക്കുക. ഡിസ്റ്റൻസ് 2 മീറ്റർ. ടൈം നമുക്ക് എത്രയാണ്? 0.1 സെക്കൻഡ്. ലാംഡ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 0.2 സെക്കൻഡ്. 0.2 സെക്കൻഡ് അല്ല, മീറ്റർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളിവിടെ എന്താണ് കാണാൻ പറഞ്ഞത്? ഫ്രീക്വൻസി കാണണം അല്ലെ. എന്താ കണ്ടെത്തേണ്ടത്? ഫ്രീക്വൻസി കാണണം. അപ്പൊ ഫ്രീക്വൻസി കാണാൻ നമ്മൾ ഇക്വേഷൻ എന്താണ്? V is equal to F ലാംഡ. ഇതാണ് നമ്മൾ ഇക്വേഷൻ. V is equal to F ലാംഡ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രീക്വൻസി കാണാൻ ഇക്വേഷൻ V is equal to F ലാംഡ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം എന്താണ് അറിയോ? ഇവിടെ നമുക്ക് V തന്നിട്ടില്ല പടച്ചോനെ. അപ്പം V കണ്ടെത്തണം. V കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? V is equal to എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. V is equal to distance by time. ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ എത്ര തന്നിട്ടുള്ളത്? 2 മീറ്റർ. എന്ത് സിമ്പിൾ. ബൈ ടൈം എന്ന് പറഞ്ഞാൽ 0.1. അങ്ങനെയെങ്കിൽ 2നെ 0.1 കൊണ്ട് ഹരിക്കാൻ എന്ത് ചെയ്താൽ മതി? താഴെ ഒരു 10 കൊണ്ട് ഗുണിക്കണം, മുകളിൽ ഒരു 10 കൊണ്ട്. അപ്പൊ 20/1. ആൻസർ നമുക്ക് എത്ര കിട്ടി? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇനി നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടാം. F equal to എന്ത് കിട്ടാം? F equal to V by lambda. F equal to എന്താണ്? V by lambda. അപ്പോൾ V എന്ന് പറഞ്ഞാൽ 20 എന്ന് കിട്ടി, ലാംഡ എന്ന് പറഞ്ഞാൽ 0.2 എന്ന് കിട്ടി. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ താഴെ ഒരു 10 കൊണ്ട് മുകളിൽ ഒരു 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 200/2 is equal to 100 ഹെർട്സ്. എന്ത് സിമ്പിൾ ചോദ്യം.
അല്ലേ? സിമ്പിൾ ചോദ്യം അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യം, കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ്. അഭിരാമി മിസ്സേ, ഞാൻ ഒരു ചെറിയൊരു 10 സെക്കൻഡ് കൂടെ എടുക്കണ്ടേ? ഓക്കെ, നമ്മൾ അഭിരാമി മിസ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഇതൊരു കണ്ടന്റ് വീഡിയോ ആണ്, കുഴപ്പമില്ല. നമ്മൾ 10ാം ക്ലാസ് കുട്ടിയൊക്കെ ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുത്തേങ്ങളെ. ഓക്കെ, താങ്ക് യു. അങ്ങനെയൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ് ഇതേപോലത്തെ ഒരു ചോദ്യം. ഇതൊരു ഫോഴ്സ്ഡ് വൈബ്രേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രണോദിത കമ്പനം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തെറ്റിക്കാൻ നിങ്ങൾ ചാൻസ് കൂടുതൽ. കാരണം എന്താ അറിയോ, ഇവിടെ ഒരു പലകയിൽ ഒരു വുഡൻ ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. അവിടെ ABC എന്നുള്ള 3 ഓരോ ഇരുമ്പിന്റെ ദണ്ടുകൾ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെ? വയറുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത നീളമുള്ള ABC എന്ന തടിക്കഷ്ണം ഉറപ്പിച്ചിരിക്കുന്ന ചിത്രം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ അറിയോ, തടിക്കഷ്ണത്തെ കമ്പനം ചെയ്യിപ്പിച്ചപ്പോൾ എല്ലാ കമ്പികളും എന്ത് ചെയ്തു? പ്രണോദ കമ്പനത്തിന് വിധേയമായി. അതാണ് ശ്രദ്ധിക്കേണ്ടത്. വെൻ ദ വുഡൻ ബ്ലോക്ക് വാസ് വൈബ്രേറ്റ് ഓൾ വയർ അണ്ടർവെന്റ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കുക എന്താ പറയുക, എന്ന കമ്പനി തട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ കമ്പനം ചെയ്യും. ഇവിടെ നമ്മൾ ആ ഒരു എന്താണ് സ്ട്രിങ് അല്ല, ആ ഒരു വയറല്ല നമ്മൾ ടച്ച് ചെയ്യുന്ന, പകരം ഏതാണ് ഈ ഒരു മരത്തിന്റെ കഷ്ണം, ഈ ഒരു വുഡൻ ബ്ലോക്കാണ് തട്ടുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നത് ഏത് കമ്പി കഷ്ണമാണ്? കാരണം എന്ത്? കണ്ടല്ലേ ചോദ്യം അങ്ങനെ കൊടുത്തില്ലേ. വിച്ച് വയർ പീസ് എന്താണ് വൈബ്രേറ്റ് വിത്ത് ഹയർ ഫ്രീക്വൻസി, വാട്ട് ഈസ് ദ റീസൺ? അപ്പൊ നമ്മൾ തെറ്റിക്കാൻ വേണ്ടി ഈ മരക്കഷ്ണം തട്ടിക്കഴിഞ്ഞാൽ എല്ലാം എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും മക്കളെ. എല്ലാം ഒരേപോലെ കമ്പനം ചെയ്യും. കാരണം എന്താണ്, ഈ മരക്കഷ്ണം എത്രയാണോ വൈബ്രേറ്റ് ചെയ്യുന്നത് അതേ അളവിൽ തന്നെയാണ് എന്ത് ചെയ്യുക, ഇതൊക്കെ വൈബ്രേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത ചോദ്യം, B എന്ന കമ്പി 100 കമ്പനങ്ങൾക്ക് 1 സെക്കൻഡ് സമയം എടുക്കുന്നെങ്കിൽ അതിന്റെ പീരീഡ് എത്രയായിരിക്കും? നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക. ഇഫ് ദ വയർ B ടേക്ക് 4 എന്താണ് 100 വൈബ്രേഷൻ പെർ സെക്കൻഡ്, ടൈം എത്ര? 1 സെക്കൻഡ്. വാട്ട് ഈസ് ദ ടൈം പീരിയഡ്? അപ്പൊ നിങ്ങൾ അന്തപ്പെട്ട് നിൽക്കേണ്ട ആവശ്യം എന്താണ്? ടൈം പീരിയഡ് കാണാൻ പറഞ്ഞാൽ T = 1/f. എന്താ ഇക്വേഷൻ ആണ് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്? അപ്പോ T = 1/f. ഏത് ഇക്വേഷനും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. T = 1/f എന്നുള്ള ഇക്വേഷൻ ഏതും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ T = സ്മോൾ t/n. ടൈം ഇവിടെ തന്നിട്ട് 1 സെക്കൻഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ, നമ്പർ ഓഫ് വൈബ്രേഷൻ 100 തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 1/100 തന്നെ 2 സ്ഥാനം മാറ്റി കുത്തിട്ട് അപ്പോൾ 0.01 അത്രയും സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ആൻസറൊക്കെ ഞാൻ അവിടെ വൃത്തിയായിട്ട് കൊടുത്തു. അപ്പോൾ ജസ്റ്റ് ടൈം ഇട്ടുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയട്ടെ, ഒരൊറ്റ ക്വസ്റ്റ്യൻ. എന്നിട്ട് ഞാനൊരു ഹോംവർക്ക് തരും, എന്നിട്ട് ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യും. നോക്കിക്കോളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ജലത്തിനുള്ളിൽ വെച്ച് പ്രതിധ്വനി കേൾക്കണമെങ്കിൽ, എക്കോ കേൾക്കണമെങ്കിൽ സ്രോതസ്സും അതേപോലത്തെ പ്രതിപതന തലവും ചുരുങ്ങിയത് എത്ര അകലം ഉണ്ടായിരിക്കണം? മക്കളെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഷുഡ് ബി ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് റിഫ്ലക്റ്റിംഗ് സർഫസ്? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളെ മനസ്സിൽ വരേണ്ടത് സൗണ്ട് അവിടെ പോയി തട്ടി തിരിച്ചിങ്ങോട്ട് വരുന്നു. അപ്പൊ 2 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V = 2D/T. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. V = 2D/T. ഇതിനാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ലൈവിൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരാം. ഇപ്പൊ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ഓർത്തേക്ക്, V = 2D/T. അപ്പൊ ഇവിടെ എന്താണ് കാണേണ്ടത്? മിനിമം ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പൊ ഈ ഇക്വേഷനിൽ ഡിസ്റ്റൻസ് കാണുമ്പോൾ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് = V × T/2. ഈ ഇക്വേഷൻ നിങ്ങളെ മനസ്സിൽ വേണം മക്കളെ. ഇനി V എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ട് എത്രയാണ്? 1480 ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരും ഒരു മിനിമം ടൈം. നമുക്ക് ചെവിയിൽ കുറച്ച് സമയം കേൾക്കാനുള്ള ടൈം പറഞ്ഞാൽ 1/10 സെക്കൻഡ്. അത് നിങ്ങളെ മനസ്സിലുണ്ടാവണം. അല്ലെങ്കിൽ 0.01 എന്ന് പറയാം. 0.1 01 അല്ല 0.1/2. അപ്പൊ 1480 0.1 ഗുണിക്കുമ്പോൾ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാ പോരെ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 148/2. 148ന്റെ പകുതി തന്നെ എത്ര കിട്ടി? 74 മീറ്റർ. ഇതേപോലത്തെ ഒരു ചോദ്യം. അപ്പോ V = 2D/T. ഇനി തെറ്റിച്ചാൽ അട്ടര് കിട്ടും കേട്ടോ. അത് നോക്കിക്കോളി. അപ്പൊ ഇത് ശരിക്കും പഠിച്ചോൾ. V = 2D/T. അങ്ങനെയെങ്കിൽ ഞാനൊരു ഹോംവർക്ക് തരട്ടെ. ഇത് കഴിഞ്ഞ വർഷം നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഒരു വവ്വാൽ ശബ്ദം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? 0.1 സെക്കൻഡ് കഴിഞ്ഞ് പ്രതിധനം തരംഗം സ്വീകരിക്കുന്നു. ഇതൊന്ന് വായിച്ചു നോക്കുക. വായിച്ചിട്ട് ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക? താഴെ കമന്റ് ബോക്സിനകത്ത് നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ലൈവിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ചാപ്റ്ററിൽ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ നമ്മൾ ഉൾപ്പെടുത്തും. പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ ഓണപരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമ്മളെ പുതിയ ബാച്ച് അസ്ത്ര 3.0 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇത് ഓഫറോട് കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും, പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. വരാനിരിക്കുന്ന പരീക്ഷ നമുക്ക് അടിപൊളിയാക്കണം. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, എന്താണ്, നമ്മൾ ഓണപ്പരീക്ഷയിൽ ഫിസിക്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഞാനും NK സാറും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റ് ടൈമിൽ തന്നെ 7 മണിക്ക് വന്ന് ജോയിൻ ചെയ്യുക. നമ്മളെല്ലാം സെറ്റാക്കും, അടിപൊളിയാക്കും. ഓൾ ദി ബെസ്റ്റ്.